മണിക്കുട്ടാ കുറച്ചു നേരമായിട്ടെ മണിക്കുട്ടി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. എന്തോ ഇത്ര ആലോചിക്കാൻ? അല്ലളിയ അടുത്ത ആഴ്ച നടക്കാനിരിക്കുന്ന പഞ്ചഗുസ്തി മത്സരമില്ലയോ, അതിനെ കുറിച്ച് ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരുന്ന. അതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം. അതാണ് എന്നെ തന്നെ കണ്ടുപഠിക്കണം. ബോക്സിങ്ങിന് ഞാൻ എന്തുമാത്രം പ്രാക്ടീസ് ചെയ്തിട്ടെന്നറിയോ ഇവിടെ ഒരു കപ്പ് കൊണ്ടുവന്നത്. എടി അത് ഒരു സ്റ്റേറ്റിന്റെ മത്സരമായിരുന്നു. ഈ ഇപ്പൊ നടക്കാനിരിക്കുന്ന ഞങ്ങളുടെ മത്സരം എന്ന് പറഞ്ഞാൽ ആ ലെവലല്ല, അതിനെക്കാട്ടി മേളിലാണ്. നമ്മുടെ കുഞ്ഞിരാമനാശാൻ മെമ്മോറിയൽ എവറോളും ട്രോഫിക്ക് വേണ്ടിയുള്ള മത്സരമാ. അല്ലല്ല, മാമന്റെ ഈ സ്വഭാവം കൊണ്ട് തന്നെയാണ് മാമന് ഒന്നിലും ജയിക്കാത്തത്. അത് കളിയാ ഇറങ്ങിപ്പോൾ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഏത് മത്സരത്തിന് പോയാലും അതിനു മുമ്പ് നല്ല പ്രാക്ടീസ് വേണം. ഒരു കാര്യം ചെയ്യും, ഈ വീട്ടിലുള്ളവരുമായിട്ട് തന്നെ ഒന്ന് പഞ്ച പിടിച്ചു നോക്ക്, പ്രാക്ടീസ് ആവും. അത് നല്ല ഐഡിയ ആണ്. അങ്ങനെയാണെങ്കിൽ അച്ഛനും മാമനും തമ്മിൽ ഒരു പഞ്ചഗുസ്തി. അത് ശരിയാവൂല. അതൊക്കെ ഒരു രസമില്ല. അത് കുഴപ്പമില്ല, പിടിക്കാം. എനിക്ക് പേടിയൊന്നുമല്ല. പുലിനടയും പാറവളയും തമ്മിലുള്ള ഏറ്റുമുട്ടലായിക്കോട്ടെ. അതെ, പുലിനടയുടെ മാനം കാത്തോളണം. അത് പറ്റില്ല മണി. അതെന്താ, പാറവിളയിലെ രവീന്ദ്രന്റെ പേടിയാണോ? പേടിയൊന്നുമില്ല. കളിക്കാം. ഒരു കാര്യം, ഞാൻ തോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ കളിയാക്കല്ലേ? അതൊന്നും ഇല്ല. അതെ, ഞാൻ ഇപ്പൊ വരാം. എന്നാ ശരി, ഞാൻ വന്നിട്ട് തുടങ്ങാവൂ. ചിലപ്പോ കളിയാക്കുവേ. അപ്പൊ നമുക്ക് മത്സരം തുടങ്ങാം. എന്തുവാടി കയ്യില്? ആപ്പിള്. അത് മനസ്സിലായി, എന്തിനാ ആപ്പിളെന്ന്? ഇതിൽ ആരാണോ തോക്കുന്നത് അവർക്ക് ആപ്പിള്. തോക്കുന്നവർക്ക് ആപ്പിളോ? അതെ, തോക്കുന്നവർക്ക് വിഷമം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നു. കിച്ചണീന്ന്. അവിടെ കൊണ്ടുവെക്ക്. എന്തോന്നു ശരി, നോക്കട്ടാ. തുടങ്ങാം. പിന്നെ അളിയനെ പോലെ എക്സസൈസും ഒന്നും ഉള്ള ആളല്ല ഞാൻ. അതിന്റെ കുറവൊക്കെ ഉണ്ടാവും. മതി, മുൻകൂർ ജാമ്യം ഓൾറെഡി എടുത്തല്ലോ, ഇനി ജാമ്യത്തിൽ ജാമ്യം എടുക്കാം. അച്ഛനും മാമനും തമ്മിൽ പഞ്ചഗുസ്തി നടത്താൻ പോവാൻ. കുളിക്കാൻ പോകണം തന്നെ, കുളിക്കലില്ലേ? അതെനിക്ക് മോള് കയറിയപ്പോ ഒരു മൂടില്ല. പിന്നെ ഇവിടെ ബഹളം കിട്ടുന്നു. ഇടി, ഇവർ തമ്മിൽ ഒരു മത്സരം വെച്ചിരിക്കാന്ന്. തോക്കുന്നവർക്ക് ഈ ആപ്പിൾ. തോക്കുന്നവർക്ക് അതെ. പുലിനട വീട്ടിൽ മണിക്കുട്ടനും പാറവള വീട്ടിൽ രവിക്കുട്ടനും തമ്മിലുള്ള വാശിയേറിയ മത്സരം. കരുത്തും കടൽക്കാറ്റിന്റെ വേഗതയുമായി രവീന്ദ്രനാഥ് ഇതാ വിജയത്തിലേക്ക് മുന്നേറുകയാണ്. വിട്ടുവീഴ്ചയില്ലാതെ ചേട്ടാ ഇത് ഇത്ര പവർ അച്ഛാ. എന്റെ ഹനുമാൻ സ്വാമി, അച്ഛന് ഇത്രയും കരുത്തുണ്ടായിരുന്നോ? ഞാനത് വിട്ടുകൊടുത്തല്ലേ. എന്റെ അച്ഛ, തോറ്റവർക്ക് ആപ്പിൾ ആണെങ്കിൽ അച്ഛനെ ഒരു സൂത്രം കൊണ്ടുവാ. ഇതാലി എങ്ങനെ ഒപ്പിച്ചു രവിയേട്ടാ? പക്ഷേ ഇതല്ല. ഏത് ആ ആപ്പിളേ അല്ല, ഈ ആപ്പിൾ തന്നെ രവിയേട്ട വാങ്ങിച്ചോളൂ. ആപ്പിൾ തന്നെ, വേറെ ആപ്പിൾ ഇല്ലായിരുന്നു ഇവിടെ. അല്ല പെങ്ങളെ, മറ്റേ ആപ്പിളില്ലേ? ഏത് മറ്റേ ആപ്പിള്? മറ്റേ ആപ്പിൾ അല്ല ഈ ആപ്പിള്. ഈ ആപ്പിള് വേറെ ആപ്പിളാ. ഓ, കാശ്മീർ ആപ്പിള്. ഞാൻ വല്ലതും പറയുകയല്ല, നാക്കി പറഞ്ഞ് ഏറി വരുന്നത്. എന്നെ തർക്കം ചെയ്യണ്ട. ആ ആപ്പിൾ അല്ല ഈ ആപ്പിള്. നീ എന്റെ ആപ്പിൾ ജ്യൂസ് എടുത്ത് കുടിച്ചല്ലേ? അനാവശ്യം പറഞ്ഞോളൂ, ഞാൻ മോന്ത കേടി ഇടിയേ. എന്തുവാ ആപ്പിൾ ജ്യൂസ് കാണാനില്ല? ആപ്പിൾ ജ്യൂസോ? മാമ അവിടെ കുറച്ച് ആപ്പിൾ വെച്ചിരുന്നില്ലേ? അതെടുത്ത് ഞാൻ ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണാനില്ല. അത് ഞാൻ എടുത്തില്ല. നിങ്ങൾ ആരെങ്കിലും എടുത്ത് കുടിച്ചാ? പിന്നെ ഞങ്ങൾ കുടിച്ചു. പോടെ എവിടുന്ന്? നിന്റെ ആപ്പിൾ ജ്യൂസ് കണ്ടുപോലൂല്ലേ? മാമ കുടിച്ചാ? അയ്യോ, അത് എവിടെ പോയി? പ്രിയനേ നീ എന്ന് വരും നിഴലായി ഞാൻ കൂടെ പ്രിയനേ നീ എന്ന് വരും ഇങ്ങനെ പാടുന്നു. പ്രിയനേ നീ എന്ന് വരും നിഴലായി ഞാൻ കൂടെ വരാം. എന്തൊരു പാട്ടല്ലേ. മേലെ മാനത്തെ മാലാകമാരെ പീഠത്തിൽ വന്ന് കുടിയിരുന്നാലും മേലെ മാനത്തെ പ്രിയനേ മേലെ മാനത്തെ പ്രിയനേ നീ എന്ന് വരും
അയ്യോ എന്റെ ആപ്പിൾ ജ്യൂസ്. നിനക്ക് അങ്ങനെ തന്നെ വേണോടി? മോളെ ഇത് ആപ്പിൾ ജ്യൂസ് അല്ല, ഇതേ അമൃതാണ്. അമൃത് സ്വർഗം കാണിച്ചു തരുന്ന അമൃത്. പ്രിയനെ നീ ആപ്പിൾ ജ്യൂസ് കുടിച്ചാ ഫിറ്റ് ആവും ഇങ്ങനെ. നീ ഇതിൽ വല്ല ചേർത്തോ? ഓ, പിന്നെ എനിക്ക് പിന്നെ മാമാ അമ്മ ഈ മാമനുണ്ടല്ലോ. സൂപ്പർ അമൃത. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.